ഉരുളക്കിഴങ്ങും സവാള പോലും കൊള്ളാം. എന്റെ അമ്മയെ ഓരോന്നൊരു കണ്ടുപിടുത്തങ്ങളെ. സ്മൃതി മോളെ, ആ അമ്മേ വിളിച്ചോ? എടി മോളെ, നിന്റെ കെട്ടിയവൻ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ട് ഇവിടെ വന്നിട്ട് ഒരേ കിടപ്പാണല്ല. വല്ല വെള്ളം, വല്ല ഹോർലിക്സാ അല്ലെങ്കിൽ വല്ല ബൂസ്റ്റാ അല്ലെങ്കിൽ ഇങ്ങനെ എനർജി ഡ്രിങ്ക് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ വല്ല വെള്ളം കലക്കി കൊടുക്കായിരുന്നില്ലേ? ക്ഷീണം ഉണ്ടാവും, വെറുതെ ഇരുന്ന് തിന്നല്ലേ. ഇപ്പൊ മേലനങ്ങാറില്ലല്ല. ഇപ്പൊ പുറത്തുപോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടപ്പോഴേക്കും ക്ഷീണം വന്നവന്. വിനു വന്നത് ഞാൻ കണ്ടില്ലല്ലോ. എപ്പോ വന്ന്? സാധനങ്ങളൊക്കെ എന്തിയെ? സാധനങ്ങളൊക്കെ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ അടുക്കള വരെ എത്തിച്ചപ്പോഴേക്കും മോന് ക്ഷീണം വന്നാ മതി മോനെ. ഒന്നുമില്ലമ്മേ, രാവിലെ തുടങ്ങി വെയിലത്ത് കിടക്കണല്ലേ. KCB ബില്ല് എടുക്കാൻ പോയി, വാട്ടർ ബില്ല് അടക്കാൻ പോയി, എല്ലാം വെയിലത്ത് തന്നെയല്ലേ. പെട്ടെന്നൊരു ക്ഷീണം തോന്നി കയറി വന്നപ്പോ അതാണ് ഞാൻ ഒന്ന് കിടന്നത്. വെറുതെ ഇങ്ങനെ മലമ്മ കിടക്കാൻ വേണ്ടിയല്ല ഞാൻ ഇത്രയും രൂപയുടെ സെറ്റിയൊക്കെ ഇവിടെ മേടിച്ചിട്ടേക്കണത്. അതും നിനക്ക് മലന്ന് കിടക്കാനേ. വിനു എന്തിനാണ് അവിടെ വന്നിരുന്ന് ഉറങ്ങണത്? റൂമിൽ കിടന്നൂടായിരുന്നാ? കൊണ്ടേ അകത്ത് കിടത്തടി. കിടക്കലും തീറ്റയും മാത്രല്ലേ ഉള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇവനെ കെട്ടണ്ടെന്ന്. അന്നേരം നിനക്ക് ഞാൻ പറഞ്ഞ വാക്ക് പിടിച്ചില്ല. ഓ, അന്നേരം പ്രേമം തലക്ക് മൂത്തിരിക്കുമ്പോ അതൊന്നും കേക്കൂലല്ലേ. അങ്ങനെ ഞാൻ ഈ പടുക്കുഴിയിൽ വന്ന് വീണ്. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേരായി. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്ക, അത്ര തന്നെ. ഇനി സമയമുണ്ട് മോളെ, നീ ചെറുപ്പല്ലേ. പിന്നെ 2 പിള്ളേരെ പറ്റ്. അപ്പൊ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പിള്ളേരെ വേണമെങ്കിൽ ഇവൻ കൊണ്ടേക്കോളൂ ഇവന്റെ വീട്ടിലോട്ട്. അല്ല, ഇവനെ എവിടേക്ക് കൊണ്ടുപോകാനാണല്ലോ? ഇവനൊരു വീട് പോലും ഇല്ല, വാടകയ്ക്കല്ലേ താമസിക്കണത്. ഞാനത് മറന്ന്. എന്തിനാണ് ഇങ്ങനെ ചിങ്ങൊന്നാം തീയതി നമ്മുടെ വായിരിക്കണ കേക്കണത്? അകത്ത് പോയി കിടന്നൂടെ? എടീ, അവൻ മേടിച്ചുകൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നമ്മൾ ലിസ്റ്റ് കൊടുത്ത എല്ലാ സാധനങ്ങളും ഇല്ലേ നോക്കണം. പിന്നെ ബില്ലും ചെക്ക് ചെയ്യണം. അല്ല പൈസ അടിച്ചു മാറ്റിയിരുന്നാന്ന് അറിയണ്ടേ. അത് ശരിയാ, അത് ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കിക്കോളാം അമ്മേ. എടി, അവന്റെ തള്ള വിളിച്ചില്ല അതിന് ശേഷം? മിനിയാന്ന വിളിച്ചിരുന്നു. എന്നിട്ട് വല്ലാണ്ട് കരഞ്ഞെന്നാണ് വിനു പറഞ്ഞത്. അച്ഛന്റെ കാര്യമൊക്കെ ഓർത്തിട്ടായിരിക്കേ. അറിയില്ല. അതെന്തിനാണ്? മരിച്ചപ്പോ അവൻ പോയിരുന്നെന്ന് വാവിട്ട് കരയാനുണ്ടായിരുന്നല്ല. സഞ്ജയത്തിനും പോയി. അപ്പൊ പിന്നെ ഇനി കരയാൻ എന്തെന്നാണോ ഉള്ളത്? ഇനിയിപ്പോ കരഞ്ഞു പറയാനും എന്താണുള്ളത്? അത് ചിലപ്പേ മരിച്ച ദിവസം തന്നെ പോയിട്ട് ഇങ്ങോട്ട് പോന്നില്ലേ ഞാനും വിനുവും കൂടി. അപ്പൊ സഞ്ജയനം വരെ ശരിക്കും പറഞ്ഞ അവിടെ നിക്കണ്ടതല്ലേ. അപ്പൊ അതൊക്കെ പറഞ്ഞാൻ തോന്നണ് കരഞ്ഞത്. ഞാനിങ്ങനെ ഒരു മൂളക്കം പോലെ സൈഡിൽ നിന്ന് കേട്ടതാണ്. ഫോൺ വെച്ച് കഴിഞ്ഞ് വിനുവും കരയാനുണ്ടായിരുന്നു. അയ്യോ പാവം. അയാളെ ജീവിച്ചിരിപ്പോ വന്നപ്പോ എന്ത് സാധനമായിരുന്നു, വലിയ സാമർത്ഥ്യക്കാരനായിരുന്നു. അത് കല്യാണം കഴിഞ്ഞ് ഇവിടെ റിസപ്ഷന് വന്നപ്പോ ഞാൻ എന്തോ പറഞ്ഞ് ഇഷ്ടപ്പെടാണ്ട് ഭക്ഷണവും കൂടി മോന്റെ റിസപ്ഷന് വന്നിട്ട് ഭക്ഷണം കൂടി കഴിക്കാണ്ട് പുള്ളി പോയി. ഓ, അതുകൊണ്ട് വേഗം ചത്ത് അഭിമാനി. അവനെ നീ പറഞ്ഞു മനസ്സിലാക്കണം. ഒരച്ഛനില്ലാത്ത വീട്. അപ്പൊ ഇടക്കിടക്ക് അങ്ങോട്ട് ചെന്ന് കയറിയാല് ഇപ്പൊ കെട്ടിക്കാൻ പ്രായമായിട്ടുള്ളൊരു അനിയത്തില്ലേ, അവള് അവന്റെ തലയിലാവും. അപ്പൊ കെട്ടിച്ചു കൊടുക്കേണ്ടി വരും. അല്ലെ ഇവിടെ നിർത്ത് കെട്ടിക്കാനും വല്ല ജോലിയും കൂലി ഇവനുണ്ടാ. അപ്പൊ പിന്നെ കെട്ടിക്കാനും പറ്റൂല. അവസാനം വല്ല അനാഥ കല്യാണം നടത്തണമെങ്കിലും ചെലവില്ലേ. അതും ഇവന്റെ അടുത്ത് ഞാൻ ചേട്ടനെ ചെലവാക്കേണ്ടി വരും. അതുകൊണ്ട് അവ അങ്ങോട്ട് പോവല്ലേന്ന് അവനോട് പറഞ്ഞു. ഞാനത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മനസ്സിലായ ലക്ഷണമില്ല. പിന്നെ ഫോണിൽ ആരോട് പറയണ്ടായിരുന്നു അടുത്ത ആഴ്ച ഇനി വീട്ടിലോട്ട് പോണം എന്നൊക്കെ. ആരോട് പൈസ ചോദിക്കുന്നുണ്ടായിരുന്നു. പൈസ ചോദിച്ചാൽ അവനിങ്ങോട്ട് പറ്റേ ഞാൻ നല്ല ആട്ടങ്ങിടാട്ടും. ഇല്ല, ചത്താലും അമ്മനോട് ഈ പൈസ ചോദിക്കൂലെന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് മരിച്ചപ്പ പോവാനായിട്ടും പിന്നെ കർമ്മങ്ങൾക്കൊക്കെ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അമ്മനോട് പൈസ ചോദിച്ചില്ലേ. അന്നേരം അമ്മ എന്തൊക്കെയൊക്കെ പറഞ്ഞില്ലേ. പുള്ളി അഭിമാനിയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അമ്മനോട് ചോദിക്കൂലെന്നാണ് പറഞ്ഞേക്കണത്. അതുകൊണ്ട് അമ്മനോട് ചോദിക്കാൻ എന്തായാലും വരൂല. ഓ, വലിയ അഭിമാനി തന്നെ. എന്നിട്ട് ഇവിടുന്ന് 3 നേരം പൃഷ്ടാര ഭോജനം കഴിക്കണ്ടല്ലോ അവൻ. മര്യാദക്ക് ഉണ്ടായിരുന്ന കട നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരൂലായിരുന്നു എന്നൊക്കെ ഫോണിൽ കൂടെ പറയണത് ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോ കേട്ട്. പിന്നെ പെട്ടിക്കട പോലത്തെ ഒരു മൊബൈൽ കടയിട്ട് അവിടെ ഇരുന്ന് എന്റെ മോളെ വളച്ചതും പോരാ, ഇനി അതും കല്യാണവും കഴിഞ്ഞിട്ട് ഞാൻ അവനെ ആ പെട്ടിക്കടയിൽ പണിയെടുക്കാൻ വിടാ. അയ്യോ, കല്യാണത്തിന് മുന്നേ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തോണ്ട് നന്നായില്ലേ. ഇല്ലെങ്കിൽ ആ പെട്ടിക്കടയിൽ പോയിരുന്ന് 2 പൈസ ഉണ്ടായി കഴിഞ്ഞാൽ അവന്റെ അഹങ്കാരം മൂക്കും. അപ്പൊ അവൻ തിരിച്ച് വീട്ടിൽ പോയേനെ. അപ്പൊ നിനക്കും അങ്ങോട്ട് പോകണ്ട വന്നേനെ. അപ്പൊ അവിടെ കിടന്ന് പട്ടി പണിയെടുക്കണം, പട്ടിണി കിടക്കണ്ട വന്നേനെ. അത് ശരിയാണമ്മേ.
നിന്റെ തള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. മോന്റെ കയ്യിന്നേ പൈസ പെണുങ്ങാൻ വരെ ഇരിക്കുന്നാണില്ലാത്ത തള്ള. എടി നീ ഇവിടെ ഇരുന്നേ, മൈൻഡ് ചെയ്യണ്ട, കുറച്ചേരം അവിടെ വന്ന് നിക്കട്ടെ. നീ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും. എടിയേ, നമ്മുടെ വാഴക്കൃഷി ഈ പ്രാവശ്യം ഭയങ്കര മോശമാണ്. വാഴക്കൂമ്പകളെ ഇത്രയേ ഉള്ളൂ. നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് വളം ഇറക്കിയിട്ടാലാ? എന്താണ് നിന്റെ അഭിപ്രായം? ആ തമിഴ്നാട്ടിലെ വളം നല്ല വളമായിരിക്കും അമ്മേ. ഈ പ്രാവശ്യം നമുക്ക് ആ വളം ഇട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം. എടി, ആ ഗോവിന്ദൻ ചേട്ടന്റെ മോന്റെ കല്യാണം വിളിച്ചിട്ടുണ്ട്, ട്രീസാ ഗാർഡനിൽ വെച്ചാണ്. നീ എന്റെ കൂടെ വാട്ടാ, നമുക്ക് കാറിന് അങ്ങോട്ട് പോവാ. ഓ, അതിന് ഞാൻ പറഞ്ഞു അമ്മേ. അന്ന് എന്റെ ഒരു കൂട്ടുകാരത്തിടെ രണ്ടാമത്തെ കൊച്ചിന്റെ 90 സ്മൃതി മോളെ, പഴം പഴിപ്പിക്കാൻ വെച്ചത് നീ നോക്കിയായിരുന്നു അടി സ്റ്റോർ റൂമില്? അത് ഞാൻ നോക്കാൻ ചെന്നപ്പോ അല്ലേ അമ്മ എന്നോട് മെഷീനിലുള്ള തുണിയൊക്കെ എടുത്തൊന്ന് വിരിച്ചിടാൻ പറഞ്ഞത്. എന്നിട്ടാ നീ വിരിച്ചിട്ടായിരുന്നാ? ഞാനത് മുഴുവൻ ഒറ്റക്ക് വിരിച്ചിട്ട് അമ്മേ. ആ പെണ്ണിനോട് ഇനിയിപ്പോ ലീവ് എടുക്കരുന്ന് പറയണോട്ടാ. അമ്മ കർശനായിട്ട് മുഖത്ത് നോക്കിയാണ് പറയണം. ഇതിപ്പോ എന്ത് കൊച്ചിന് പാടില്ലെന്ന്? കൊച്ചിന് പാടില്ലെന്ന് എല്ലാവർക്കും ഉള്ളതല്ലേ. അതിനെ കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വന്നം. ഇത് ഒരു ദിവസം അങ്ങനെ ലീവ് കൊടുത്തേക്കണ്. വേലക്കാരികൾക്ക് അങ്ങനെ ലീവ് ഒന്നും കൊടുക്കരുത് അമ്മേ. ഇപ്പൊ ഞാനുണ്ടായതുകൊണ്ട് ഇതൊക്കെ ചെയ്ത്, ഇല്ലെങ്കിൽ അമ്മ ഒറ്റക്ക് എല്ലാം ചെയ്യണ്ടോന്നല്ലേ. ഓ എന്റെ അമ്മേ, അതൊക്കെ വിരിച്ചിട്ട് വന്നപ്പോഴേക്കും എന്റെ കയ്യൊക്കെ ആകെ പൊള്ളിപ്പോയി ചൂടത്ത് നിന്നിട്ട്. ഓ, എന്റെ മോളൊരു മിടുക്കി തന്നെ. അവക്ക് ഒരു ദിവസം ലീവ് കൊടുത്തല്ലേ പോട്ടടി. 365 ദിവസം പണിയെടുക്കാൻ വന്നവളല്ലേ അവള്. ഇന്നൊരു ദിവസം വന്നില്ല, പോട്ടെ. അതിനുള്ള ശമ്പളം കുറപ്പിച്ചോളാം ഞാൻ. നാളെ ഒരു നേരം തീറ്റയും കൊടുക്കൂല ഞാൻ. സ്മൃതി മോളെ, അമ്മയാ എപ്പോ വന്ന്? ഞാൻ കണ്ടില്ല. നീ എവിടെ ഇരിക്കടി? ബഹുമാനിക്കപ്പോൾ മോക്കെ 2 ദിവസമായിട്ട് നടുവേദന. അവിടെ ഇരിക്കി. അതെ അതെ, നടുവേദന 2 ദിവസമായി. സ്മൃതി മോളെ, മോന് ഇവിടെ ഇല്ലേ? മോ സ്കൂളിൽ പോയേക്കിന് വൈകിട്ടേ വരുള്ളൂ. അയ്യോ, അതല്ല, എന്റെ മോന്റെ കാര്യം ഞാൻ ചോദിച്ചത്. അയ്യോ ആടാ, അയ്യോ ഇതുപോലൊരു അച്ചാമനെ ലോകത്ത് ആർക്കും കിട്ടിയിട്ടുണ്ടാവൂലട്ടാ. വന്ന പാടേനെ കൊച്ചുമക്കളെ അന്വേഷിക്കാണ്ട് മതക്കാച്ചി മോനെ അന്വേഷിക്കണ്. ഞാൻ അവനെ കണ്ടേ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാൻ വന്നതാണ്. ഒന്ന് വിളിക്കോ അവനാ? ആണോ? വിളിക്കണോ? പക്ഷെ ഞാൻ വിളിക്കൂലട്ടാ. എന്തായാലും ഇത്രയും ദൂരം താണ്ടി വന്നതല്ലേ, കണ്ടിട്ട് പോട്ടെ അമ്മേ. ഞാൻ വിളിക്കേ പോട്ടാ. പിന്നോ അമ്മേ. മോനെ, സുഖാണോ? 2 ദിവസമായിട്ട് മോന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ല. അതാ ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത്. 2 ദിവസമായിട്ട് ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു അമ്മേ. ഇത് ഇന്നാണ് റെഡി ആക്കിയത്. കുറെ പേര് പറഞ്ഞു അവര് വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന്. ആ സാധനങ്ങളൊക്കെ ഫുള്ളില്ലേന്നൊന്ന് നോക്കണോട്ടാ. അത് ചിലപ്പോ കുറച്ച് മേടിച്ചിട്ട് ഇവന്റെ ഫോൺ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടാവോ അവൻ. അല്ലാണ്ട് ഇവന്റെ എവിടെ നിന്നാണ് പൈസ? നിങ്ങളുടെ പൈസക്കല്ല ഞാൻ ഫോൺ ശരിയാക്കിയത്. അയ്യോ മരുമോനെ, നിനക്ക് വായിൽ നാക്കൊക്കെ ഉണ്ടല്ലേ. ഇവിടെ മിണ്ടാതിരിക്കുമ്പോ ഞാൻ വിചാരിച്ചത് അത് വിഴുങ്ങിപ്പോയിന്നാണ്. എടി മോളെ, സ്വന്തം അമ്മ ഇങ്ങോട്ട് കേറി വന്നതിന്റെ മാറ്റമൊക്കെ നിന്റെ കെട്ടിയവൻ എന്തിട്ടാ. അമ്മ ഇരിക്കി. അല്ല, എന്താ ഇപ്പൊ വന്നത്? അത് മോനെ കണ്ടിട്ടേ ഒരു കാര്യം കൊടുക്കാൻ വന്നതാണ്. അച്ഛൻ മരിച്ചപ്പോ വല്ല നിധി വല്ലതും കിട്ടിയ ഇത്ര കാര്യമായിട്ട് കൊടുക്കാൻ? നിധിയാണോന്നൊന്നും അറിഞ്ഞൂടാ. ഇതിപ്പോ മരിക്കണതിന് മുന്നേ അച്ഛൻ പറഞ്ഞാണ് അവന് കൊടുക്കണമെന്നേ. എന്താ അമ്മത്? എന്താ ഇതെന്താ അമ്മ? ഇത് അച്ഛൻ മരിക്കണതിന് മുന്നേ എടുത്ത് വെച്ച ടേം ഇൻഷുറൻസിന്റെ പേപ്പറാണ്. ടേം ഇൻഷുറൻസാ? അതെന്താണ്? അല്ല, ഇൻഷുറൻസ് ഒക്കെ എടുക്കാനുള്ള പൈസയൊക്കെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്നോ? മാസം പൈസ കിട്ടിക്കഴിയുമ്പോ വീട്ടിൽ ചെലവും മോളുടെ പഠിത്തവും എല്ലാം കഴിഞ്ഞു വരുമ്പോ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവൂലെന്നാണ് വിനു ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നത്. അല്ലേ വിനു? ഇത് ചെറിയ പൈസ കിട്ടുന്ന ടേം ഇൻഷുറൻസ് ആണ് മോളെ.
എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളൊക്കെ നോക്കി നമുക്കിഷ്ടമുള്ളൊരു ടേം ഇൻഷുറൻസ് എടുക്കാം. ഇപ്പം എടുക്കുകയാണെങ്കിൽ 15% വരെ ഡിസ്കൗണ്ടും ഉണ്ടേ. ആഹാ, ഇത് കൊള്ളാല. അപ്പൊ ഇത് ഗൾഫുകാർക്കൊക്കെ എടുക്കാൻ പറ്റുമോ? പിന്നല്ലാതെ പ്രവാസികൾക്ക് ഇപ്പോൾ പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാൾ 30-50% വരെ ചിലവ് കുറവിൽ നാട്ടിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കാം. ഇത്രയും ബുദ്ധിയൊക്കെ അച്ഛനുണ്ടായിരുന്നോ? നമ്മുടെ കാലശേഷം നമ്മുടെ ഭാര്യയും മക്കളും ആരുടെയും മുന്നിലും തല ഉനിക്കരുന്ന് ആഗ്രഹം ഒരച്ഛൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഇതല്ല ഇതിലും വലുത് എടുത്തു വെക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോനെ, അവള് കോളേജിൽ നിന്ന് വരുന്നതിന് മുന്നേ എനിക്ക് തിരിച്ചെത്തണം. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാമേ? ഒന്നും വേണ്ട മോനെ, നീ ഫ്രീ ആവുമ്പോ ഒരു ദിവസം വീട്ടിലോട്ട് വന്നോട്ടാ. സ്മൃതി മോളും വന്നോട്ടാ. പിന്നെ നിങ്ങളുടെ ആ വാടക വീട്ടിലോട്ട് എന്റെ മോളെ അങ്ങോട്ട് കൊണ്ടുപോയാലും മതി. എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്റെ മോളെ ദാരിദ്ര്യം കാണിച്ചു പഠിപ്പിക്കാനാ? അല്ലെങ്കിൽ ഇവനോട് മാസം എന്റെ പൈസ ഇശിക്ക് തരണമെന്ന് അവളെ കൊണ്ട് പറയിപ്പിക്കാനാ? അമ്മേ, എന്നാ വീട്ടിലോട്ട് ക്ഷണിക്കൊന്നും വേണ്ട. എനിക്ക് അങ്ങോട്ട് വരാനൊന്നും താല്പര്യമില്ല. പിന്നെ ഞാൻ എൻ്റെ അമ്മനെ വിട്ട് എവിടെയും പോകൂല. എൻ്റെ അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അമ്മക്ക് ഈ വയ്യാത്തതാണേ, പെട്ടെന്ന് ഇയർ ബാലൻസിന്റെ പ്രശ്നമൊക്കെ ഒന്ന് തലയൊക്കെ കറങ്ങും. ആരും വന്നില്ലെങ്കിലും ഞാൻ വരുമേ എന്റെ പിള്ളേരെയും കൂട്ടിയിട്ട്. എന്നാ പിന്നെ അത് നിന്റെ ഉരുമ്പോക്കായിരിക്കും മരുമോനെ. ആയിക്കോട്ടെ. അയ്യോ, തള്ളനെ കണ്ടപ്പോ അഹങ്കാരം മൂത്തല്ല മരുമോനെ. എന്താ വിനു അമ്മയോടാണ് ഇങ്ങനെയൊക്കെ പറയണേ? അങ്ങനെ ചോദിക്കരി. എന്റെ അമ്മയോട് ഇങ്ങനെയൊക്കെ പറയുന്നവരെ ഞാൻ പിന്നെ എന്താണ് പറയേണ്ടത്? എന്റെ വിനു, ഓരോരുത്തരുടെ സ്റ്റാറ്റസ് അനുസരിച്ചല്ലേ അവരോട് സംസാരിക്കേണ്ടത്. അപ്പൊ അമ്മ സംസാരിച്ചിട്ട് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പം തോന്നിയില്ല. നീ എന്റെ അമ്മയുടെ സ്റ്റാൻഡേർഡ് അളക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അമ്മയേക്കാൾ ഒരുപടി മുന്നിലേ എന്റെ അമ്മ നിൽക്കുള്ളൂ. അത് സ്റ്റാൻഡേർഡ് കൊണ്ടായിരിക്കൂല, മഹത്വം കൊണ്ടായിരിക്കും. അയ്യോ, വല്ലാത്ത മഹത്വം തന്നെ. വീടായ വീട് മുഴുവൻ അടിച്ചു വരാൻ പോണതല്ലേ വലിയ മഹത്വം. അതെ, ആ പണി ചെയ്തിട്ട് തന്നെ എന്റെ അമ്മ ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിച്ചത്. അത് ഞങ്ങൾക്ക് വലിയ ജോലി തന്നെയാ. എടി മോളെ സ്മൃതി, നമ്മളോട് തല്ലുപിടിക്കാൻ വേണ്ടി അമ്മനെ വിളിച്ചു വരുത്തിയാണോന്ന് തോന്നുന്നുണ്ട് മരുമോൻ. എനിക്കാരോട് തല്ലുപിടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം സഹിച്ചാണ് ഞാനിവിടെ നിൽക്കണേ, എന്റെ മക്കളെ ഓർത്തോട്ട് മാത്രം. മക്കളെ നൊന്ത് പ്രസവിച്ച ഞാനാണ്. അപ്പൊ അവർക്ക് എന്തായാലും ഞാൻ കഴിഞ്ഞിട്ടേ നിങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷെ നിന്റെ സ്വഭാവം കൊണ്ടേ പിള്ളേർക്ക് നിന്നെ കണ്ണെടുത്താ കണ്ടൂടാ. മോനെ, ഞാൻ ഇങ്ങോട്ട് വന്നോണ്ട് ഒരു പ്രശ്നം വേണ്ട. ഒരു അവധി ദിവസം ഉണ്ടെങ്കിൽ മോനെ അന്ന് അങ്ങോട്ട് വന്നാ മതി. പോട്ടെ സ്മൃതിയുടെ അമ്മേ. എന്തൊക്കെ പറഞ്ഞാലേ തിരിച്ചു പ്രതികരിക്കൂലെന്ന് അറിയാവുന്നവരെ കുത്തി നോവിക്കാൻ നല്ല രസമായിരിക്കുമല്ലേ? നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലുന്നില്ല, എന്നാ ഇങ്ങോട്ട് വന്നാ ഒന്ന് അപമാനിക്കാതിരുന്നൂടെ? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാർ ഇവിടെ വന്ന് പൈസയൊക്കെ ചോദിച്ചാ ഞാൻ ചിലപ്പോ അപമാനിച്ചൊക്കെ വിട്ടുന്നിരിക്കും. അമ്മേ, എല്ലാം ദൈവം കാണുന്നുണ്ട്. ഇതിനെല്ലാം തിരിച്ചു നിങ്ങൾക്ക് രണ്ടുപേർക്കും തരുന്ന ദിവസം അധികം വൈകാതെ തന്നെ ഉണ്ടാവും. ദേവിനിക്കുട്ടാ, ചെലവ് വേണം കേട്ടാ. എന്താടി? ഒന്നറിയാത്ത പോലെ. ഞാൻ അന്നേ പറഞ്ഞില്ലേ സ്മൃതി മോളുടെ ഭാഗ്യമാണ് വിനിക്കുട്ടിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയെന്ന്. എന്നെ വിളിച്ച് ഷിനു ഈ കാര്യം പറഞ്ഞപ്പോ എനിക്ക് തുള്ളിച്ചാടണോ പൊട്ടിച്ചിരിക്കണോ ആരെങ്കിലും വിളിച്ചൊക്കെ പറയണോ? എന്തൊക്കെയോ പോലെ ഞാൻ ചോറ് തിന്നത് കൈ കഴുകി അപ്പെങ്കിലും പോന്നാണ്. ഷിനുവിനെ അറിഞ്ഞൂടെ ചേച്ചിക്ക്? നമ്മുടെ ലോട്ടറിക്ക് നടത്തുന്ന ഷിനു, അവനാണ് എന്നെ വിളിച്ച് പറഞ്ഞത് മോനെ വിളിച്ചിട്ട് കിട്ടണമെന്നും പറഞ്ഞുണ്ട്. 25 കോടി ഓണം പമ്പറല്ലേ അടിച്ചിരിക്കണത്. ഭാഗ്യവാൻ. 25 കോടിയാ? മോനെ, ഞാനത് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. നമ്മുടെ സുമതിയോടും പുഷ്പനോടും രതിനെ കണ്ടപ്പോ അവളോടും പറഞ്ഞു. പിന്നെ റെസിഡൻസില് ഉള്ളതല്ലേ മോൻ, അപ്പൊ ഈ റെസിഡൻസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് എന്റെ മനസ്സിലുണ്ട്, എനിക്കറിയാത്. അപ്പൊ ഞാൻ അതുകൊണ്ട് രതനോടും കൂടി ഒന്ന് പറഞ്ഞു. ചേച്ചി, അതിന് ഞാൻ ലോട്ടറി ഇന്ന് ഉച്ചയായപ്പോ എടുത്തിട്ട് നിങ്ങൾ വന്നോളൂ. ഞാൻ അതും ഷിനു പറഞ്ഞു. 1 മണിയായപ്പോഴല്ലേ മോൻ ലോട്ടറി എടുത്തത്. 1:30 2 മണിക്ക് കണ്ടാണ് നറുക്കെടുപ്പ്. അന്നേരമാണ് 1ാം സമ്മാനം അടിച്ചെന്ന് പറഞ്ഞത്. എന്തായാലും ഇനി മോന്റെ ആഗ്രഹം പോലെ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാല്ല. എത്ര വേണമെങ്കിലും തുടങ്ങാം, അത്രയും പൈസ ഇല്ലേ?
അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ഇവനൊരു ഭാഗ്യമുള്ളവനാണെന്ന്. അതല്ലേ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നാണെങ്കിലും ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത്. പെണ്ണ് വീട്ടിലുണ്ടാക്കിയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തതല്ല, ഭാഗ്യം വന്നപ്പോ മരുമനെ കണ്ടിട്ടാണ് കല്യാണം കഴിച്ചത്ര. ഓ എന്റെ ദൈവമേ, ഞാൻ ഈ സന്തോഷ വാർത്ത ആരെയൊക്കെ വിളിച്ച് പറയും. അയ്യോ, വിനുവിന്റെ അമ്മ പോയതേ ഉള്ളല്ലോ. വിനു, അമ്മനെ വിളിക്ക്. അമ്മ അധികം ദൂരമൊന്നും പോയിട്ടുണ്ടാവൂല, ഇങ്ങോട്ട് വരാൻ പറ. അപ്പൊ നാളെ ഇവിടെ നിന്ന് പോവാല്ല നമുക്ക്, അല്ല എല്ലാവർക്കും കൂടി. മോനേടാ, അമ്മയുടെ ഫോൺ നമ്പർ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കിയേ, ഇങ്ങോട്ട് വരാൻ പറ. ഒരു ഓട്ടോ വിളിച്ച് വരാൻ പറ, പൈസ കൊടുക്കല്ല. എന്തിനാണ് ഇനി നാണം കെടുത്തി വിടാനാണോ? അല്ലമ്മേ, നാളെ രാവിലെ തന്നെ നമുക്ക് ലോട്ടറി ബാങ്കിൽ കൊണ്ടേ കൊടുക്കല്ലേ? അതിനെന്താ മോളെ, നാളെ രാവിലെ നമുക്ക് ഈ അമ്പലത്തിൽ പോവാം, എന്നിട്ട് ലോട്ടറി കൊടുക്കാൻ ബാങ്കിൽ പോവാം. എന്നാലേ വിനുവിന്റെ അമ്മനോട് അനിയത്തിയോട് അവിടെ റെഡിയായി നിൽക്കാൻ പറ. നമുക്ക് പോകുന്ന വഴി അവിടെ ചെന്ന് അവരെടുത്തിട്ട് അമ്പലത്തിൽ പോവാം, അല്ലേ? എന്നിട്ട് നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി പൈസ മാറാൻ കൊടുക്കാം. പിള്ളേര് നാളെ ഒരു ദിവസം ലീവ് എടുക്കട്ടെ അല്ലേ? വേണ്ട, 2-3 ദിവസം ലീവ് എടുക്കട്ടെ, ആഘോഷിക്കാല്ലോ നമുക്കിത്. അതാ നല്ലത്. ലോട്ടറി അടിച്ചാല് ആരോടും പറയണ്ട. അപ്പൊ ഈ സ്കൂളിൽ നിന്നൊക്കെ വലിയ വലിയ പിരിവിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. അതുകൊണ്ട് വേണ്ട, അപ്പൊ പാടില്ലെന്ന് പറഞ്ഞാൽ മതി, 2 ദിവസം ലീവ് എടുക്കാം. അതത്രേ ഉള്ളൂ. പിന്നെ ചേച്ചി, റെസിഡൻസിന് വേണ്ടി റോഡ് നന്നാക്കാനൊന്നും ഇവിടെ പൈസ ഇല്ല കേട്ടോ. അതൊന്നും തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു കേട്ടാ. എന്റെ സ്മൃതി മോളെ, ലോട്ടറി അടിച്ച പൈസ കൈ കിട്ടിയിട്ടില്ല, അപ്പേക്ക് അഹങ്കാരായി. എന്റെ ചേച്ചി 25 കോടി രൂപ അടിച്ചിരിക്കുന്ന ആളുടെ ഭാര്യ ഞാൻ. അപ്പൊ എനിക്ക് ഇത്തിരി അല്ല, നല്ലോണം അഹങ്കരിക്കാം. മോളെ, നാളെ രാവിലെ സുകുമാമനോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയാ, പുള്ളിനെയും കൊണ്ട് നമുക്ക് പോവാ. അത് നല്ല കാര്യമാണ്. മാമനാവുമ്പോ പൈസയുടെ കാര്യത്തിലൊക്കെ നല്ലൊരു പിടിപ്പാണ്. മാമനെ വിളിക്കാം. എന്തായാലും ലോട്ടറി മാറുമ്പോഴേ പെണ്ണുങ്ങളുടെ പേരിൽ മാറണായിരിക്കും നല്ലത്, അല്ലേ? അതെന്തിനാ അമ്മേ? അത് ടാക്സ് കുറക്കാൻ അതാണ് നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ 60 വയസ്സിനുള്ള ആളുടെ അക്കൗണ്ട് വഴിയാണ് മാറണമെങ്കിലേ പിന്നെ ടാക്സ് കുറയായിരിക്കും. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, അമ്മയുടെ പേരിൽ തന്നെ മാറാം, അല്ലേ? അതെ. എല്ലാം രണ്ടുപേരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞാ? വിനുവിന് ഇതിനെ പറ്റി ഒന്നും വലിയ പിടിപാടില്ലല്ലോ. അമ്മക്കാമ്മ പൈസ കൈകാര്യം ചെയ്യുന്ന നല്ല ഇതുണ്ട്. പിന്നെ വെച്ചെങ്കിൽ സുധമാമനും അത് തന്നെ നല്ല പൈസയൊക്കെ പിടിച്ച് ചെലവാക്കാനും ഒക്കെ സുധമാമനും അറിയാം. അങ്ങനെയാണെങ്കിൽ സുധമാമനെ വിളിക്കാം, എല്ലാം നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. പിന്നെ അമ്മയുണ്ടല്ലോ നമ്മുടെ കൂടെ. എനിക്ക് പൈസ കാര്യം അറിഞ്ഞോളൂ. നിന്നോട് ആര് പറഞ്ഞു? നീ ജനിക്കുന്നതിന് മുന്നേ ഞാൻ പൈസ ഉണ്ടാക്കുന്നത്. പിന്നെ അമ്മേ, എനിക്ക് എന്താണോ ചെയ്യാൻ തോന്നണത് അത് ഞാൻ ചെയ്യും. അതിപ്പോ സ്റ്റാറ്റസ് ഒന്നും നോക്കിയിട്ടായിരിക്കൂല. എനിക്ക് തോന്നണത് നല്ല കാര്യം തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യും. മോൻ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞപ്പോ നല്ല മനസ്സോടുകൂടി ഞാൻ ഓടി വന്നാണ്. പക്ഷെ നിങ്ങളുടെ വർത്താനം കേട്ടത് എനിക്ക് ചൊറിഞ്ഞു പറഞ്ഞുണ്ട്. ഇത് ഇവർ രണ്ടുപേരുടെയും സ്ഥിരം സ്വഭാവമാണ് ചേച്ചി. ഇപ്പൊ 5-8 കൊല്ലായിട്ട് ഞാനിത് കേട്ടോണ്ടിരിക്കല്ലേ, എനിക്കൊണ്ട് അറിയാം ഇവരുടെ രണ്ടുപേരുടെ സ്വഭാവം. അതെനിക്കറിയാം. ഈ ചേച്ചി വന്ന് ഇവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോ ചേച്ചിനെ അറിയണല്ലേ, അപ്പൊ എനിക്കറിയാം സ്വഭാവം. ഇത് എന്റെ വീട്ടിൽ നിന്നാണ് എന്നെ രണ്ടുപേരും കൂടി കുറ്റം പറയുന്ന ഓർക്കണോട്ടാ. അയ്യോ, ഞാൻ പോവേണ്. ഇനി ഇവിടെ നിന്നാലേ ചിലപ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ കുറ്റം പറയാൻ പറ്റൂലെന്നല്ലേ ഉള്ളൂ, വേറെ വീട്ടിൽ ചെന്നിരുന്ന് പറയാല്ല. മോനെ, ഒന്ന് സൂക്ഷിച്ചോ, ലോട്ടറി അടിച്ചെന്നൊക്കെ അറിഞ്ഞാലേ എന്തും ചെയ്യാൻ മടിക്കൂല. മോനൊന്ന് സൂക്ഷിച്ചോട്ടാ. അതെനിക്ക് പണ്ടേ അറിയാം ചേച്ചി. ഇവിടെ നിങ്ങളുടെ ആട്ടും തുപ്പും കേട്ടും കിടക്കുമ്പോഴേ ഞാൻ വിചാരിക്കും ദൈവമില്ലെന്ന്. എന്റെ മക്കളെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്നിരുന്നത്. പക്ഷെ എനിക്ക് ഇന്ന് മനസ്സിലായി ദൈവമുണ്ട്. എല്ലാവർക്കും ദൈവം ഒരു ദിവസം തരും. ആ ദിവസം നമുക്ക് ഷൈൻ ചെയ്യാനുള്ളതായിരിക്കും. ഇന്ന് എന്റെ ദിവസമാണ്. പക്ഷെ ഒരു പകല് കൊണ്ട് ഒരാളുടെ ജീവിതം മാറും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ എന്റെ ഇന്ന് മാറി. നിങ്ങളിപ്പോ പ്ലാൻ ഇട്ട പോലെ ഒന്നും ഞാൻ ചെയ്യാൻ പോണില്ല. എന്റെ മനസ്സിൽ കുറച്ച് പ്ലാൻ ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാ ബാക്കി പൈസ ഞാൻ എന്തെങ്കിലും ചെയ്യും. അപ്പൊ ബാക്കി പൈസ എന്ത് ചെയ്യും? എന്നാ പിന്നെ ബാക്കി പൈസ എന്റെ പേരിൽ ഫിക്സഡ് ഇടാ. 60 വയസ്സിന് മുകളിലായത് കൊണ്ട് എനിക്ക് ടാക്സും കുറച്ച് കൊടുത്താൽ മതി, പലിശയും കുറെ കിട്ടും. നിങ്ങളുടെ പേരിലല്ലേ? ഇടാ. അങ്ങോട്ട് നോക്കിയെന്നേ. പൈസ വന്നാൽ ഇതുപോലെ അഹങ്കാരം ആൾക്കാർക്ക് വരുമോ? ഞാൻ കണ്ടിട്ടില്ല. മറുപടി വരും. പൈസ ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് അഹങ്കരിക്കാന്ന് പഠിപ്പിച്ചെന്ന് നിന്റെ തള്ളയാണ്. അത് ഞാൻ തറായിട്ട് അങ്ങോട്ട് പഠിച്ച്, അത്രേ ഉള്ളൂ.
മരുമോനെ കഴിഞ്ഞൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അതും പറഞ്ഞ് നമ്മളോട് തല്ലുപിടിക്കേണ്ട ആവശ്യമുണ്ടാ. മോന്റെ പൈസ എന്ന് പറയുമ്പോ അത് മോക്കും കൂടി അവകാശപ്പെട്ടല്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിയിട്ടാണെന്ന് വിചാരിച്ചെങ്കിലും എന്നോട് ക്ഷമിക്കുവിനു. അല്ല വിനുവേട്ടാ. അത് തന്നെ, ഇങ്ങനെ ഒന്നും വരൂന്ന് ആരും പ്രതീക്ഷിച്ചില്ല മരുമോനെ. മോനെ അങ്ങോട്ട് ക്ഷമിക്കല്ല. എടേ അവൻ പാതി നമ്മളെ വിശ്വസിച്ചിട്ടുണ്ട് കേട്ടാ. ഇനി മുഴുവനാക്കി എടുക്കുന്നത് നിന്റെ അഭിനയം പോലെ ഇരിക്കും. ഞാൻ എന്താണ് ചെയ്യണ്ടമ്മേ? ഇത്ര നാൾ അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പെട്ടെന്ന് സ്നേഹിക്കാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാണ്? വിനുവിന് അതൊക്കെ അറിയാൻ പറ്റും, മനസ്സിലാവും. ഇടി അതൊക്കെ മയത്തിൽ പറഞ്ഞവനെ മനസ്സിലാക്കണം, മനസ്സിലായ? പഴയതൊക്കെ മറക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം അമ്മേ. ഇനി അവൻ്റെ പൈസ എങ്ങനെ നമ്മുടെ കയ്യിലാക്കാന്നുള്ള വഴികൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതെ, പഴയതൊക്കെ മറക്കാനായിട്ടേ എന്താണ് വഴിയെന്ന് നിങ്ങൾ രണ്ടുപേരും ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. ഞാനങ്ങനെ ഒന്നും പഴയത് മറക്കുന്ന ആളല്ല. എനിക്ക് എത്ര നല്ല കാലം വന്നാലും ഞാൻ എന്നെ സഹായിച്ചവരെയും എന്നെ സ്നേഹിച്ചവരെയും ഒരാളെയും ഞാൻ മറക്കൂല. ഇനിയിപ്പോ അത് തല പുകഞ്ഞ് ആലോചിക്കണ്ട. ആ പൈസ എനിക്കുള്ളതാണെങ്കിൽ അതിൽ നിന്ന് 1 രൂപ പോലും നിങ്ങക്ക് രണ്ടുപേർക്ക് ഞാൻ തരൂല. പിന്നെ പറഞ്ഞല്ലേ എനിക്കൊരു വീടില്ല നാടില്ല എന്നൊക്കെ ഇപ്പോഴും പറയാറുണ്ടല്ലോ. അത് ഇനി വീടൊക്കെ വെച്ചിട്ട് എന്റെ മക്കളെയും കൂട്ടി ഞാൻ അങ്ങോട്ട് പോകും. അത് തന്നെ ഞാൻ തീരുമാനിച്ചേക്കണേ. നല്ല മനസ്സോടുകൂടി എന്റെ കൂടെ വരാമെങ്കിൽ മാത്രം ഇവള് വരും, ഇല്ലെങ്കിൽ അമ്മനെയും കെട്ടിപ്പിടിച്ച് അവള് ഇവിടെ ഇരിക്കും. അത്ര തന്നെ കേട്ടാ മോളെ സ്മൃതി. ഇനി ചിലപ്പോ എന്റെ കാലം ഇരിക്കും. എടി മോളെ, അവൻ്റെ ഒരു ചില്ലി പൈസ കിട്ടൂലാട്ടാ. ഇനി അത് കണ്ട് വെള്ളം വെക്കണ്ട. ഹലോ, ഞാൻ വീഡിയോയുടെ തുടക്കത്തിലായിട്ട് പറഞ്ഞ ടേം ഇൻഷുറൻസിനെ പറ്റി ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണേ. നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമാക്കാൻ ടേം ഇൻഷുറൻസ് അത്യാവശ്യമായിട്ട് എടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. താങ്ക്